അരുൺ, എന്തിനു വേണ്ടിയാണ് ഇത്രത്തോളം പകയോടുകൂടി ഇല്ലാത്ത ഒരു അഴിമതി ആരോപണത്തിൽ, ഇല്ലാത്ത ഒരു കൈക്കൂലി പരാതിയിൽ പിന്തുടർന്ന് എപ്പോഴാണ് പരിപാടി നിരന്തരം വിളിക്കുക, കളക്ടറെ ബന്ധപ്പെടുക, ഒരു പ്രാദേശിക ചാനലുകാരനെ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കാനുള്ള ദൃശ്യങ്ങൾ പകർത്തുക, അത് എന്താണ് അത് പലയിടങ്ങളിൽ അവരുടെ ഫോണിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനെ ഫിനിഷ് ഓഫ് ചെയ്യാൻ എന്തായിരുന്നു ദിവ്യയുടെ മോട്ടീവ് എന്നതുകൂടി കുറ്റപത്രത്തിൽ ഉണ്ടാകുമോ അരുൺ? ആഷ്മി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പി ദിവ്യയ്ക്ക് നവീൻ ബാബുവിനോട് നേരത്തെ എന്തെങ്കിലും ഒരു വ്യക്തിവൈരാഗ്യമുള്ളതായുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ ഈ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് NOC നൽകുന്നതിലെ ആ തർക്കം, അവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം തന്നെയാണ് ഈ അധിക്ഷേപത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ആർക്കു വേണ്ടിയാണ് പി ദിവ്യ ഈ അധിക്ഷേപം നടത്തിയത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ രീതിയിലേക്ക് അന്വേഷണം പോയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നമ്മൾ നിലവിൽ കുറ്റപത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അത്തരം കണ്ടെത്തലുകളില്ല, അത്തരം പരാമർശങ്ങൾ ഈ കുറ്റപത്രത്തിൽ ഇല്ല. ഞാൻ നേരത്തെ അറിയാം, അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ NOC കിട്ടാൻ വൈകും, ഓക്കെ, അതിൽ ജനപ്രതിനിധി ഇടപെടും, അക്കാര്യവും മനസ്സിലാക്കാം. പക്ഷേ ഒരു പെട്രോൾ പമ്പ് NOCയുടെ പേരിൽ ഒരു അതിവൈകാരികമായ രീതിയിൽ പെസറലായി എടുത്തുകൊണ്ടൊരു ഉദ്യോഗസ്ഥന് നേരെ പക ഏറ്റിക്കൊണ്ട് ആ നീക്കം നടത്തിയത് എന്തിനാണ് എന്നൊരു ചോദ്യം അപ്പോഴും നിൽക്കുകയല്ലേ അവിടെ അരുൺ? ആഷ്മി, തീർച്ചയായും ആ ചോദ്യം അവിടെ തന്നെ നിൽക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. ഈ ആസൂത്രണം എന്ന് പറയുമ്പോൾ പി ദിവ്യ അവിടെ ഈ യാത്രയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയ ആസൂത്രണം മാത്രമാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ പറയുന്നത്. പി ദിവ്യ എന്തിനു വേണ്ടിയാണ് ഈ അധിക്ഷേപം നടത്തിയത്, അല്ലെങ്കിൽ ദിവ്യയ്ക്ക് വ്യക്തിപരമായി എന്താണ് അധിക്ഷേപം നടത്താനുള്ള കാരണം? അപ്പോൾ ഈ TV പ്രശാന്തിനുമായുള്ള പി ദിവ്യയുടെ ചോദ്യം, നേരത്തെ അത്തരം ആരോപണങ്ങൾ, ഈ ബന്ധത്തെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ പി ദിവ്യ TV പ്രശാന്തിന് വേണ്ടി ആ പെട്രോൾ പമ്പിൻ്റെ NOC നൽകാത്തതിൽ, അതിൽ കൈക്കൂലി വാങ്ങിയെന്ന പരാതി TV പ്രശാന്തൻ ഉന്നയിക്കുമ്പോൾ അതിനുവേണ്ടി ഈ നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചു, അപമാനിച്ചു, യാത്രയപ്പ് ചടങ്ങിൽ വന്ന് അപമാനിച്ചു. അപ്പോൾ എന്താണ് പി ദിവ്യയുടെ കൃത്യമായ മോട്ടീവ് എന്ന ചോദ്യം അവിടെ ഉയർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ ഇത് ചെയ്തത്? അപ്പോൾ ആ രീതിയിലുള്ള ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ടോ? നേരത്തെ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബമൊക്കെ ആലോചിച്ചതുപോലെ ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് പങ്കുണ്ട്, TV പ്രശാന്തനെ പ്രതി ചേർക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ജില്ലാ കളക്ടർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു നവീൻ ബാബുവിൻ്റെ മരണം സംഭവിച്ചതിന് ശേഷം പ്രധാനമായും ചില പരാതികൾ സൃഷ്ടിച്ചിരുന്നു. അത് ഒന്നാമത്തെ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ്. അതായത് കൈക്കൂലി, നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് ആരോപിച്ചുകൊണ്ട് TV പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്നിരുന്നൊരു വാദമുണ്ടായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഒരു രേഖയിലും അത്തരമൊരു പരാതി ലഭിച്ചതായി പറയുന്നില്ല. മറ്റൊന്ന് വിജിലൻസിന് നൽകിയ പരാതിയാണ്. വിജിലൻസിന് നൽകിയ പരാതി എന്ന് വിജിലൻസ് ഡയറക്ടറേറ്റ് അതിൽ തന്നെ ഒരു വ്യക്തത വരുത്തി. അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു അന്വേഷണവും വിജിലൻസ്, ഒരു പ്രാഥമിക അന്വേഷണം പോലും വിജിലൻസ് ആ കാര്യത്തിൽ നടത്തിയിട്ടില്ല. പിന്നീട് ഈ അധിക്ഷേപം ആസൂത്രിതമാണെന്ന് തന്നെയാണ് കുറ്റപത്രം കണ്ടെത്തൽ. പി ദിവ്യ മാത്രമേ ഉള്ളൂ ആ കേസിലെ പ്രതി. പി ദിവ്യയുടെ മാത്രം താല്പര്യമാണ് ആ കൊലയ്ക്ക് കൊടുക്കൽ, ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും തോന്നുന്നു അല്ലേ എന്ന് തന്നെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. എന്താണ് കൊലപാതകം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സംശയം. അതിന് പ്രകാരം തന്നെ പല സംശയങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു, CBI അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്തായാലും കൊലപാതക സാധ്യത ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ല എന്ന് തന്നെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ദിവ്യ മാത്രമാണ് ആത്മഹത്യക്ക് ഉത്തരവാദി എന്നാണ് ആ കുറ്റപത്രത്തിൽ പറയുന്നത്. അല്പസമയത്തിന് കുറ്റപത്രം സമർപ്പിക്കാനും പോകുന്നു.